സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴയെ തുടർന്ന് 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. സംസ്ഥാനത്തെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി വിലയിരുത്തി. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരോട് അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നൌഫൽ ചേരുകയാണ്. നൌഫൽ, സംസ്ഥാനത്തെ ജില്ലകളിൽ ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടൽ. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടിയന്തരമായി യോഗം വിളിച്ചു. വിശദാംശങ്ങൾ. ഷമി, അതുതന്നെയാണ് സംസ്ഥാനത്ത് കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ പറയുന്ന പോലെ 9 ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കി 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച്, അതായത് ഈ പറയുന്ന ജില്ലകളിൽ പത്തനംതിട്ടയും കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സ്ഥിതി അതിരൂക്ഷമാണെന്ന ഒരു വിലയിരുത്തലുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവലോകന യോഗം ചേർന്നത്. അതായത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അതാത് ജില്ലകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഈ കൂടുതൽ ദുരന്തം, അതായത് പത്തനംതിട്ടയിൽ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ MLA മാർ അവിടെ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണം. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിൽ ഇടപെടണം എന്നൊരു ഇതുകൂടിയാണ് ഇന്നിപ്പോൾ അത് പറയുന്നത്. അതായത് എറണാകുളം, മലപ്പുറം, വയനാട്, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട ഈ ജില്ലകളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുമാണ്. ഏറ്റവും ഒടുവിലായിട്ടൊരു 15 മിനിറ്റ് മുമ്പ് വരുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അനുകൂലമായ അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് ഏറ്റവും അവസാനം പറഞ്ഞത് ഈ പറയുന്ന ജില്ലകളിലാണ് ഇത്തരത്തിൽ ഒരു സ്ഥിതി നിലനിൽക്കുന്നത്. അവിടേക്ക് കർശനമായ അല്ലെങ്കിൽ ജാഗ്രതകൾ പുലർത്തണം. കന്യാകുമാരി തീരത്തുൾപ്പെടെ കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഈ പറയുന്ന മത്സ്യബന്ധനത്തിന് എന്തായാലും വിലക്കുണ്ട്. അതുപോലെ തന്നെ പാലിക്കണം എന്നൊരു ഇതുകൂടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, വൈദ്യുതി തടസ്സം എന്നിവയിലേക്കൊക്കെ ഉള്ള യാത്രകൾ, ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് തരുന്നത്. നേരത്തെ പറഞ്ഞ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ. അവിടെയാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗത്തിൽ ഈ നേരത്തെ പറഞ്ഞ 2 ജില്ലകൾ പത്തനംതിട്ടയും കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇതിനോടൊപ്പം തന്നെ ആളുകളെ മാറ്റിക്കഴിഞ്ഞു. അവിടെ വേണ്ട ആവശ്യങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് അവിടേക്ക് കേന്ദ്രീകരിക്കണം. മാത്രമല്ല തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ ഉൾപ്പെടെയുള്ള വലിയൊരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തലസ്ഥാനത്ത് വലിയ മഴ മൂലം നിലനിൽക്കുന്നില്ല എങ്കിലും ഈ കടലോര പ്രദേശത്ത് ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധി കൂടി നിലനിൽക്കുന്നുണ്ടെന്നൊഴിച്ചാൽ തലസ്ഥാനത്ത് വേറെ പ്രതിസന്ധിക്ക് കാര്യമായ ഒന്നും തന്നെ നിലവിൽ നിലനിൽക്കുന്നില്ല. ഷമ്മി.